നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗുണ്ടാ തലവൻ ആൽത്തറ വിജീഷിനെ സംസ്ഥാനത്തിലെ വനിതാ ഗുണ്ടാ ലിസ്റ്റിലെ ആദ്യ വനിതാ ഗുണ്ടയായ ശോഭ ജോണിന്റെ ഗുണ്ടാ സംഘം തലസ്ഥാനത്തെ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിന് സമീപം പട്ടാപ്പകൽ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ ശോഭ ജോൺ അടക്കം 8 പ്രതികളെയും വെറുതെ വിട്ടു. തിരുവനന്തപുരം 5ാം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് ഈ ഒരു നിർണായക തീരുമാനം എടുത്തത്. ജഡ്ജി ഷിജു ഷെയ്ഖാണ് വിധി പ്രസ്താവിച്ചത്. തൊണ്ടി മുതലുകൾ കാണാനില്ലാത്തതിനാൽ പ്രതികളുടെ വിചാരണ കുറച്ചു കാലത്തേക്ക് സെഷൻസ് കോടതി നിർത്തിവെക്കാൻ ഉത്തരവിട്ടെന്ന പ്രത്യേകത കൂടി കേസിനുണ്ട്. തൊണ്ടി മുതലുകൾ മിസ്സിംഗ് ആയതിനാലാണ് വിചാരണ നടപടികൾ നിർത്തിവെച്ചിരുന്നത്. കേരള പോലീസിന്റെ വനിതാ ഗുണ്ടാ ലിസ്റ്റിലെ 1ാം പേരുകാരിയും അനവധി ക്രിമിനൽ കേസിലെ പ്രതിയുമായ ശോഭ ജോണിന്റെ കൂട്ടാളിയും നിലവിലെ ഭർത്താവും 4 വധശ്രമ കേസുകളിലായി വാഹനമോഷണ കേസുകളിലും അടക്കം പ്രതിയുമായ ശാസ്തമംഗലം പാങ്ങോട് കൂട്ടാമിള തച്ചങ്കരി വീട്ടിൽ കേപ്പൻ അനിയൻ എന്ന അനിൽകുമാർ, ശാസ്തമംഗലം സ്വദേശി പൂങ്കട രാജൻ എന്ന ടി രാജേന്ദ്രൻ, ശോഭ ജോൺ, ചന്ദ്രബോസ്, അറപ്പുരതീഷ് എന്ന സതീഷ്, സജു, വിമൽ, രാധാകൃഷ്ണൻ എന്നിവരാണ് വിനേഷ് കൊലക്കേസിലെ 1 മുതൽ 8 വരെയുള്ള പ്രതികൾ. 2010 കേസ് റെക്കോർഡുകൾ കമ്മിറ്റി ചെയ്ത് വിചാരണ കോടതിക്ക് അയച്ചെങ്കിലും മജിസ്ട്രേറ്റ് കോടതിയിലെ അന്നത്തെ ജൂനിയർ സൂപ്രണ്ട് തൊണ്ടിമുതലുകൾ അയച്ചിരുന്നില്ല. തൊണ്ടിമുതലുകൾ ഹാജരാക്കാൻ 1 മാസം സമയം വേണമെന്ന് ഇപ്പോഴത്തെ ജൂനിയർ സൂപ്രണ്ട് സെഷൻസ് കോടതിയിൽ അവകാശവാദം തേടിയുള്ള അപേക്ഷാ കത്ത് സമർപ്പിക്കുകയായിരുന്നു. അപേക്ഷ അനുവദിച്ച മുൻ സെഷൻ ജഡ്ജി CJ ഡെന്നി ഫെബ്രുവരി 22-നകം തൊണ്ടിമുതലുകൾ ഹാജരാക്കാൻ ഉത്തരവിട്ടിരുന്നു. കേസ് വിചാരണ തീയതി ഷെഡ്യൂൾ ചെയ്യാനിരിക്കെയാണ് നിർണായക തൊണ്ടിമുതലുകൾ മിസ്സിംഗ് ആയ വിവരം വിചാരണ കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. 3ാം പ്രതിയും സംസ്ഥാനത്തെ ഗുണ്ടാ ലിസ്റ്റിലെ ആദ്യ വനിതാ ഗുണ്ടയുമായ ശോഭ ജോൺ അടക്കം 8 പ്രതികളെ വിചാരണ ചെയ്യാനായി വിചാരണ തീയതി കോടതി ഷെഡ്യൂൾ ചെയ്യാനിരിക്കെയാണ് തൊണ്ടിമുതലുകളും രേഖകളും പരിശോധിച്ച് ഉറപ്പുവരുത്താൻ വിചാരണ കോടതി ഓഫീസിനോട് നിർദ്ദേശിച്ചത്. അപ്രകാരം നടത്തിയ പരിശോധനയിലാണ് കമ്മിറ്റിയിൽ കോടതിയായ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും തൊണ്ടിമുതലുകൾ മാത്രം വിചാരണ കോടതിയിൽ എത്താത്ത കാര്യം ശ്രദ്ധയിൽപ്പെട്ടത്. വിചാരണയ്ക്ക് മുന്നോടിയായി പ്രതികൾക്ക് മേൽ സെഷൻസ് കോടതി കഴിഞ്ഞ വർഷം കുറ്റം ചുമത്തിയിരുന്നു. തന്നെ വിചാരണ കോടതി വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് ശോഭ ജോൺ സമർപ്പിച്ച വിടുതൽ ഹർജി തള്ളിക്കൊണ്ടാണ് വിചാരണ കോടതി പ്രതികൾക്ക് മേൽ കുറ്റം ചുമത്തിയത്. 2010 പോലീസ് കുറ്റപത്രം സമർപ്പിച്ച 10 വർഷം പിന്നിട്ട ശേഷം 2020 യാതൊരു ഉദ്ദേശശുദ്ധിയുമില്ലാതെ വിടുതൽ ഹർജിയുമായി എത്തിയത് വൈകിയെന്ന വിവേകമാണോ എന്ന് കോടതി നിരീക്ഷണം നടത്തി. ശോഭ ജോണും കേപ്പൻ അനിയനും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ഉപയോഗിച്ച് ബാംഗ്ലൂരിലടക്കം പെൺവാണിഭം നടത്തിയ ആലുവ, വരാപ്പുഴ, വടക്കൻ പറവൂർ പീഡനക്കേസിൽ 18 വർഷത്തെ കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ടത് ശിക്ഷാ തടവ് പുള്ളികളായി നിലവിൽ വിയ്യൂർ സെൻട്രൽ ജയിലിൽ ശിക്ഷ അനുഭവിച്ചു വരവെ അപ്പീൽ ജാമ്യത്തിൽ കഴിഞ്ഞു വരികയാണ്. വിനേഷ് കൊലക്കേസിൽ വിചാരണ ഷെഡ്യൂൾ ചെയ്ത സാക്ഷി വിസ്താരം തുടങ്ങാനിരിക്കെയാണ് ശോഭ വിടുതൽ ഹർജിയുമായി എത്തിയത്. വിചാരണയ്ക്ക് മുന്നോടിയായി പ്രതികളെ കുറ്റപത്രം വായിച്ചു കേൾപ്പിച്ച പ്രതികൾക്ക് മേൽ കുറ്റം ചുമത്താതിരിക്കെയാണ് വിടുതൽ ഹർജി എന്ന അടവ് തന്ത്രം ശോഭ ജോൺ പുറത്തെടുത്തത്. 2010 പോലീസ് കുറ്റപത്രം സമർപ്പിച്ച 10 വർഷം പിന്നിട്ട ശേഷമാണ് ശോഭ വിടുതൽ ഹർജി സമർപ്പിച്ചത്. തനിക്കെതിരായ പോലീസ് കുറ്റപത്രം അടിസ്ഥാനരഹിതമായതിനാൽ തന്നെ ശിക്ഷിക്കാൻ തനിക്ക് നിയമസാധുതയുള്ള തെളിവില്ലാത്തതിനാലും തന്നെ വിചാരണ കൂടാതെ കുറ്റവിമുക്തനാക്കി വിട്ടയക്കണമെന്നായിരുന്നു ശോഭയുടെ ഹർജിയിലെ ആവശ്യം. ക്രിമിനൽ നടപടി ക്രമത്തിലെ വകുപ്പ് 227 പ്രകാരമുള്ള വിടുതൽ ഹർജി തള്ളിക്കൊണ്ടാണ് വകുപ്പ് 2028 പ്രകാരം കുറ്റം ചുമത്തിയത്. പ്രതികൾ കൃത്യം ചെയ്തതായി പ്രഥമദൃഷ്ട്യാ അനുമാനിക്കാവുന്ന തെളിവുകൾ കോടതി മുമ്പാകെ ഉള്ളതായി ചൂണ്ടിക്കാട്ടിയാണ് പ്രതികൾക്ക് മേൽ കോടതി കുറ്റം ചുമത്തിയത്. 2015 മാർച്ച് 27-ന് വിചാരണ തുടങ്ങാനായി കോടതി കുറ്റം ചുമത്താനിരിക്കെ 4ാം പ്രതി ചന്ദ്രബോസും 5ാം പ്രതി അറപ്പുരതീഷും കോടതിയിൽ ഹാജരാകാതെ മുങ്ങി ഒളിവിൽ പോയി. തുടർന്ന് കോടതി പുറപ്പെടുവിച്ച അറസ്റ്റ് വാറണ്ട് ഉത്തരവ് നടപ്പിലാക്കി പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിവന്ന കാലതാമസമാണ് വിചാരണ ആരംഭിക്കൽ വൈകിപ്പിച്ചത്. തുടർന്നാണ് ശോഭ വിടുതൽ ഹർജി എന്ന അടവ് തന്ത്രം പയറ്റി നോക്കാനായി പുറത്തെടുത്തത്. 2009 ഓഗസ്റ്റിലാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. ഗുണ്ടാ നേതാവും നഗരത്തിലെ മുന്തിയ ഹോട്ടലുകൾ, മണൽ ലോറികൾ, ക്വാറി, മണ്ണ് മാഫിയ തുടങ്ങിയവരിൽ നിന്നും ഗുണ്ടാ പിരിവ്, കൂലിത്തല്ല്, അടിപിടി തുടങ്ങി അനവധി കേസുകളിലെ പ്രതിയുമായിരുന്ന ആൽത്തറ വിനേഷ് രംഗത്തെത്തി.
ഇയാൾ തിരുവനന്തപുരം നഗരമധ്യത്തിലെ സിറ്റി പോലീസ് കമ്മീഷണറുടെ മുന്നിൽ കോടതി ഉത്തരവിട്ട ജാമ്യവ്യവസ്ഥ പാലിക്കാനായി ഹാജരായി രജിസ്റ്ററിൽ ഒപ്പിട്ട് പുറത്തിറങ്ങിയ ഉടൻ ശോഭ ജോണിന്റെ ഗുണ്ടാ സംഘം വിനീഷിനെ പട്ടാപ്പകൽ കമ്മീഷണർ ഓഫീസിന് സമീപം വെച്ച് വെട്ടിവീഴ്ത്തുകയായിരുന്നു. വെട്ടുകൊണ്ടോടിയ വിനീഷ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥനായിരുന്ന റാവുവിന്റെ കരിങ്കൽ മതിൽ ചാടിക്കടന്നെങ്കിലും ഗുണ്ടകൾ സംഘം ചേർന്ന വാൾ ഉപയോഗിച്ച് വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. കമ്മീഷണർ ഓഫീസിലെ ഒരു സർക്കിൾ ഇൻസ്പെക്ടറാണ് വിനീഷിനെ സ്കെച്ച് ചെയ്ത് ശോഭ ജോണിന് ഒറ്റുകൊടുത്തത് വിവരം കൈമാറിയതെന്ന ആരോപണമുണ്ട്. കൊല്ലപ്പെടുന്നതിന് 6 മാസം മുമ്പ് വിനീഷ് വെള്ളയമ്പലം ബുറാഖ് ഹോട്ടലിൽ ചെന്ന് ഗുണ്ടാ പിരിവ് ചോദിച്ചു. എന്നാൽ മുതലാളി സ്ഥലത്തില്ലെന്നും മുതലാളി പറയാതെ പണം തരാൻ പറ്റില്ലെന്നും കാഷ്യർ അറിയിച്ച ഉടൻ വാളുകൊണ്ട് വെട്ടി വിനീഷ് കാഷ്യറുടെ കൈക്ക് മാരകമായി പരിക്കേൽപ്പിച്ച ക്യാഷ് കൗണ്ടറിലെ ക്യാഷ് ബോക്സിൽ നിന്നും പണം പിടിച്ചുപറിച്ചു കൊണ്ടുപോയി. നഗരത്തിലെ സമ്പന്നരുടെ മക്കളെ സംഘത്തിൽ ചേർത്ത് അവരെ കൊണ്ട് കുറ്റകൃത്യങ്ങൾ ചെയ്യിച്ച് അവർക്ക് പുറത്തിറങ്ങാനാവാത്ത വിധം അവരെ തന്റെ വരുതിയിൽ നിർത്തുന്നതിൽ വിരുദ്ധനായിരുന്നു വിനീഷ്. നഗരത്തിൽ ശോഭ ജോൺ നടത്തി വന്ന നക്ഷത്ര വേശ്യാലയം ഉൾപ്പെടെയുള്ള നിയമവിരുദ്ധ ബിസിനസ്സിൽ നിന്നും ഗുണ്ടാ പിരിവ് ചോദിച്ചതും ശോഭയുടെ നിലവിലെ ഭർത്താവ് കേപ്പൻ അനിയുടെ സഹോദരനെ കൊലപ്പെടുത്തിയതിൽ വിനീഷ് പ്രധാന പങ്ക് വഹിച്ചതിലും നഗരത്തിലെ പ്രബല ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയും ബിസിനസ് വൈരാഗ്യവുമാണ് വിനീഷിന്റെ കൊലയ്ക്ക് കാരണമായതെന്നാണ് പ്രോസിക്യൂഷന്റെ കേസ്. വരാപ്പുഴയിലെയും വടക്കൻ പറവൂരിലെയും മൈനർ പെൺകുട്ടികളെ ബാംഗ്ലൂരിൽ അടക്കം കൊണ്ടുപോയി പെൺവാണിഭം നടത്തിയതിന് ചാർജ് ചെയ്യപ്പെട്ട പറവൂർ വരാപ്പുഴ പീഡന കേസുകളിൽ 18 വർഷത്തെ കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ട ശോഭയും കേപ്പൻ അനിയനും അപ്പീൽ ജാമ്യത്തിലാണ്. പീഡന കേസിൽ സിനിമാ താരം ബെച്ചു റഹ്മാൻ ശോഭയുടെ കൂട്ടുപ്രതിയാണ്. 30 പീഡന കേസുകളിൽ ഇനിയും വിചാരണ നടക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഇനി സംഭവ വികാസങ്ങൾ എങ്ങോട്ട് പോകുമെന്ന് കാത്തിരുന്ന് കാണാം.